വേഗത്തിൽ നടക്കുമ്പോഴോ അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറി ഇറങ്ങുമ്പോഴോ നിങ്ങൾക്ക് കാലിൻ്റെ പുറകുവശത്ത് വേദന അനുഭവപ്പെടാറുണ്ടോ? എങ്കിൽ നിങ്ങൾ കാഫ് മസിൽസിന് എന്തോ തകരാറുണ്ടെന്ന് വേണം കണക്കാക്കാൻ. എന്താ കാഫ് മസിൽസ്? കാഫ് മസിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുട്ടിന് പുറകിൽ താഴെ കണങ്കാൽ വരെയുള്ള ആ പുറകുവശത്തുള്ള ഭാഗത്തെയാണ് കാഫ് ഏരിയ ഓഫ് ലെഗ് എന്ന് പറയുന്നത്. ഇവിടെ പ്രധാനമായിട്ടും രണ്ട് മസിൽസ് ആണുള്ളത്. ഒന്ന് ഗാസ്ട്രോണിമസ്, രണ്ട് സോളിയസ്. നമ്മുടെ ഉയർന്നു നിൽക്കുന്ന ആ ഭാഗം പ്രധാനമായിട്ട് ഈ ഗാസ്ട്രോണിമസ് എന്ന് പറയുന്ന മസിലാണ്. അതിനടിയിലോട്ടാണ് സോളിയസ് എന്ന് പറയുന്ന മസിലുള്ളത്. ഈ രണ്ട് മസിലും നമ്മുടെ കാലിനുള്ള നടക്കാനും കാല് മടക്കാനും ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് രണ്ടും താഴത്തോട്ടേക്ക് അക്വിലിസ് ടെൻഡൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാർട്ടിലേജ്, അതായത് ശക്തമായിട്ടുള്ള ഒരു കയർ പോലെ നമുക്ക് കണക്കാക്കാം. നമ്മുടെ എല്ലുമായിട്ട് ഹീലായിട്ടുള്ള എല്ലുമായിട്ട് താഴെ കാലിലുള്ള എല്ലുമായിട്ട് നമ്മുടെ ഈ മസിലുകളെ ബന്ധിപ്പിക്കുന്ന ഒരു കയറായിട്ട് കണക്കാക്കാം. ഒരു കാർട്ടിലേജാണ് അക്വിലിസ് ടെൻഡൻ. ഇങ്ങനെയാണ് നമ്മുടെ കാലിൻ്റെ പുറകുവശം സാധാരണയായിട്ട് എല്ലാവരിലും ഉണ്ടാവുന്നത്. അപ്പോൾ ഈ മസിലുകളിൽ ഉണ്ടാകുന്ന തകരാറുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രയാസമാണ് നമുക്ക് ഈ കാഫ് മസിൽ ഏരിയയിൽ വേദന അനുഭവപ്പെടുന്നത്. അതിപ്പോൾ കൂടുതൽ ആളുകളിൽ കണ്ടുവരുന്നുണ്ട്. സ്ത്രീകളിലാണ് താരതമ്യേന കൂടുതൽ, പുരുഷന്മാരിലും കുട്ടികളിലും കണ്ടുവരാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണം എന്താണ്? ഒന്ന് മസിൽ സ്ട്രെയിൻ ആണ്. മസിൽ സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് മസിൽ സ്ട്രെയിൻ വരുന്നത്? ഒന്ന്, ശരിയല്ലാത്ത രീതിയിലുള്ള എക്സസൈസ്, പ്രോപ്പറായിട്ടല്ല നമ്മൾ ചെയ്യുന്നതെങ്കിൽ. രണ്ട്, ഒട്ടും ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുന്നത്. ഇത് രണ്ടും കാഫ് മസിൽസിൻ്റെ സ്ട്രെയിനിങ് കാരണമാകുമ്പോൾ മസിൽ ഇഞ്ചുറി ആകുന്നു. രണ്ടാമത്തത് മസിൽ ക്രാമ്പ്. എന്താ ഈ ക്രാമ്പ്? ക്രാമ്പ് എന്ന് പറയുന്നത് പെട്ടെന്നുണ്ടാവുന്ന മസിൽ കൺട്രാക്ഷൻ അല്ലെങ്കിൽ മസിൽ ഇങ്ങനെ ചുരുങ്ങുന്നത്. നമ്മൾ നടക്കുമ്പോഴും ഓടുമ്പോഴൊക്കെ കാലിങ്ങനെ വലിയണമെങ്കിൽ ആ മസിൽ കൺട്രാക്ഷൻ ഉണ്ടാവണം. എന്നാൽ അത് അകാരണമായിട്ട് പ്രത്യേകിച്ചൊരു റീസൺ ഇല്ലാതെ നമ്മൾ ഇരിക്കുമ്പോഴോ നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടോ ഇരിക്കുമ്പോഴും ആ കൺട്രാക്ഷൻ വരുന്നതിനെയാണ് മസിൽ ക്രാമ്പ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാരണം ഡീപ്പ് വെയിൻ ത്രോംബോസിസ് എന്ന് പറയും. അതായത് നമ്മുടെ കാലിന് രക്തോട്ടത്തിന് സഹായിക്കുന്ന സിരകളും ധമനികളും ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ഡീപ്പായിട്ടുള്ള ഈ ധമനികളിൽ ഉണ്ടാവുന്ന ബ്ലോക്ക്, രക്തോട്ടമില്ലായ്മ, അതായത് രക്തോട്ടമില്ലാതാവുന്നത് എങ്ങനെയാണ്? എന്തെങ്കിലും ഇതിൽ രക്തക്കട്ട കൊണ്ടോ അല്ലെങ്കിൽ ഫാറ്റിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും അക്യുമുലേഷനും കൊണ്ടോ നമുക്ക് ഡീപ്പ് വെയിൻ ത്രോംബോസിസ് എന്ന് പറയുന്ന ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമുക്ക് ഈ കാലിന് വേദന അനുഭവപ്പെടാം. അപ്പോൾ വേദനയോടുകൂടി ഡീപ്പ് വെയിൻ ത്രോംബോസിസിൻ്റെ പ്രശ്നമാണെങ്കിൽ വേദനയോടുകൂടി സ്വെല്ലിങ്, കാല് തടിച്ചിരിക്കുകയും നീർക്കെട്ടുണ്ടാവുകയും അതുപോലെ നമുക്ക് നമുക്ക് ചൂട് അനുഭവപ്പെടുകയും ചെയ്യും. ഇങ്ങനെയാണെങ്കിലാണ് ഡീപ്പ് വെയിൻ ത്രോംബോസിസ് ആണെന്ന് നമുക്ക് ഒന്ന് സസ്പെക്റ്റ് ചെയ്യാം. അടുത്തത്, നാലാമതായിട്ട് ഡീപ്പ് ആർട്ടറീസ് ഉണ്ട്, പെരിഫറൽ ആർട്ടറീസ് ഉണ്ട്. അതായത് ധമനികളെ പോലെ തന്നെ സിരകൾ. നമുക്കറിയാം ശുദ്ധരക്തം കൊണ്ടുപോകുന്നതും അശുദ്ധരക്തം കൊണ്ടുപോകുന്നതും സിരകളും ധമനികളുമാണ്. അപ്പോൾ ഈ സിരകളിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ കാലിൽ കാഫ് മസിൽസിന് വേദന ഉണ്ടാക്കും. പക്ഷെ അതെങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വേദന അധികരിച്ച് വരികയും റെസ്റ്റ് എടുക്കുമ്പോൾ അത് കുറയുകയും ചെയ്യുന്നതായിട്ട് കാണാം. ഇനി ഷയാറ്റിക്ക എന്ന് പറഞ്ഞൊരു കംപ്ലൈൻറ്റ് ഉണ്ട്. അതായത് ഷയാറ്റിക് നെർവ് നമുക്ക് ബോഡിയിലുണ്ട്. അത് L4 മുതൽ S3 വരെ, അതായത് നട്ടെല്ലിൽ നിന്നാണ് അത് ആരംഭിക്കുന്നത്. അതങ്ങനെ ഇടുപ്പെല്ലിൻ്റെ ഇടയിലൂടെ വന്ന് നമ്മുടെ കാലിന് പുറകുവശത്തൂടെയാണ് പ്രധാനമായിട്ട് ആ മസിലുകൾക്കൊക്കെ ന്യൂട്രീഷൻ നൽകുന്ന ഷയാറ്റിക് നെർവ്. ആ നെർവിലുണ്ടാകുന്ന എന്തെങ്കിലും മുറിവോ അല്ലെങ്കിൽ കംപ്രഷനോ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴും നമുക്ക് ഈ കാഫ് മസിലിന് വേദന അനുഭവപ്പെടാം. അടുത്തത് നമുക്ക് മറ്റൊരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു അക്വിലിസ് ടെൻഡോണിൻ്റെ കാര്യം പറഞ്ഞു. ഈ അക്വിലിസ് ടെൻഡോണിലുണ്ടാകുന്ന എന്തെങ്കിലും ഇഞ്ചുറീസ്, കാല് ആക്സിഡൻ്റ് ആയിട്ടുണ്ടാകുമ്പോൾ നമുക്കത് അതിൻ്റെ നീളം കുറയുക അല്ലെങ്കിൽ മുറിവ് ഉണ്ടാവുക, അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമ്പോഴും ഈ കാഫ് മസിൽസിന് വേദന ഉണ്ടാകാം. ഇപ്പോൾ ഓവറായിട്ട് കളിക്കുന്ന ഈ അത്ലറ്റായിട്ടുള്ള ആളുകളിലൊക്കെ ഇത്തരം ഇഞ്ചുറീസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവർക്കും ഈ കാഫ് മസിൽ വേദന ഉണ്ടാവാം. ഇനി ക്രാമ്പ് ഉണ്ടാകുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രാമ്പ് ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം ഡീഹൈഡ്രേഷനാണ്. ശരിയായ രീതിയിൽ വെള്ളം കുടിക്കുന്നില്ല എങ്കിൽ
കാഫ് മസിലുമായി വരുന്ന ഏതൊരു വ്യക്തിയോടും നമ്മൾ ആദ്യം ചോദിക്കേണ്ടത് നിങ്ങൾ പ്രോപ്പറായിട്ടാണോ വെള്ളം കുടിക്കുന്നത്, വെള്ളം ശരിയായ രീതിയിൽ കുടിക്കുന്നുണ്ടോ. അതുപോലെ തന്നെ മിനറൽസിൻ്റെ കുറവ്, ഇൻബാലൻസ്, സോഡിയം പൊട്ടാസ്യം പോലെയുള്ള നമ്മുടെ ബോഡിയിലുള്ള മിനറൽസിൻ്റെ കുറവും ക്രാമ്പിന് കാരണമാവും. അത് ഈ കാഫ് മസിലിൻ്റെ വേദനയ്ക്ക് കാരണമാകും. അപ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യണം? ശരിയായ രീതിയിലുള്ള സ്ട്രെച്ചിങ് ഉണ്ടാവണം. അതോടൊപ്പം തന്നെ വാമപ്പ്, നമ്മളെപ്പോഴും ഒരു ആക്റ്റീവ് മോഡിലായിരിക്കണം നമ്മുടെ കാലുകൾ എപ്പോഴും. പ്രായം കൂടുന്നതിനനുസരിച്ച് പ്രത്യേകിച്ചും മസിൽസും ജോയിൻസും ബോൺസൊക്കെ സ്റ്റിഫായി വരും, മുറുകി വരും. അപ്പോൾ വേദനകളും ബുദ്ധിമുട്ടുകളും നമുക്ക് പ്രോപ്പറായിട്ട് നടക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ എപ്പോഴും ഒരു മൊബിലിറ്റി, നമ്മൾ എണ്ണയിട്ട് തടവി നമ്മൾ ഈ വാതിലിൻ്റെയൊക്കെ വിജാഗിരികൾ ഫ്രിക്ഷൻ ഇല്ലാതാക്കുന്നത് പോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള മസിൽസിനെയും ബോൺസിനെയും എപ്പോഴും നമ്മൾ ആക്റ്റീവായിട്ട് വെക്കണം. അതുപോലെ നമ്മൾക്ക് മിനറൽ ഇൻബാലൻസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. പ്രോപ്പറായിട്ട് നമ്മൾ വെള്ളം എടുക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അതുപോലെ ബോഡി വെയ്റ്റ് നമ്മൾ മാനേജ് ചെയ്യണം. അത് നമ്മുടെ ഹൈറ്റുമായിട്ട് ചേർന്ന് പോകുന്ന രീതിയിലാണോ എന്നുള്ളത് നോക്കുക. ഇനി ഇതൊന്നുമല്ല, നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഡീപ്പ് വെയിൻ ത്രോംബോസിസ് അല്ലെങ്കിൽ ഈ ആർട്ടീരിയൽ പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ, സ്ഥിരമായിട്ട് ഈ വേദന വന്നുകൊണ്ടിരിക്കുന്നു, നമുക്ക് നമ്മുടെ മറ്റുള്ള ജോലികൾക്ക് ഡെയിലി റൊട്ടീൻസിന് ബുദ്ധിമുട്ടാവുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മളൊരു വിദഗ്ധ ഉപദേശം തേടണം, ഒരു ഡോക്ടറെ കാണണം, അതിനുള്ള ശരിയായ ചികിത്സകൾ തേടേണ്ടതാണ്. താങ്ക് യു.